ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോട് ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഹ്യൂസ്റ്റൺ ഏരിയയിൽ TV പ്രോഗ്രാമിലൂടെ അനേക പ്രസംഗങ്ങൾ, അനേക ടീച്ചിങ്ങുകൾ നിങ്ങളുടെ മുൻപാകെ കാഴ്ചവെക്കുവാൻ ഈ ഏരിയാകുന്ന അടിയനെ ദൈവം സഹായിച്ചു. അതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒപ്പീനിയനോ അതിനെക്കുറിച്ച് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയുവാനോ DVD-കളോ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നിങ്ങളുടെ മുൻപാകെ പറയുവാനായിട്ട് പോകുന്നത് യഹോവയായ ദൈവത്തിൻ്റെ, കർത്താവായ ദൈവത്തിൻ്റെ പെസഹായെ കുറിച്ചാണ്. കഴിഞ്ഞ നാളുകളിൽ പെസഹ വ്യാഴാഴ്ച ഞാൻ മിക്കവാറുമുള്ള ദിവസങ്ങളിൽ ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദിവസങ്ങളുടെ അനുസരിച്ചിട്ട് ആ ടീച്ചിങ്ങുകൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ പെസഹായുടെ അന്ന് ദൈവം തന്ന ചില വെളിപ്പാടുകൾ പെസഹായെക്കുറിച്ച് സംസാരിക്കുവാൻ ദൈവം കൃപ തന്നത് 2 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ആ ആദ്യത്തെ പാർട്ടിലേക്കാണ് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നത്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആ പാർട്ടിലേക്ക് നമുക്ക് കടന്നു വരുന്ന എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ദൈവത്തിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ എൻ്റെ നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. ദൈവമക്കളെ, ഇത് ഞാൻ യാക്കോബായിലായിരുന്നപ്പോൾ ഞങ്ങൾ പറയാറുള്ള ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. പെന്തക്കോസ്ത് കോളത്തിലേക്ക് വന്നപ്പോൾ പെസഹായും ദുഃഖവെള്ളിയാഴ്ചയും ഒന്നും പ്രത്യേകമായിട്ടില്ലെങ്കിലും യഹൂദന്മാർ ആചരിക്കുന്ന ഒരാചാര മര്യാദയുണ്ട്, പെസഹ. അപ്പോൾ നമ്മൾ രോഗസൗഖ്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെസഹ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്ന് എൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയി. കർത്താവിൻ്റെ പെസഹായും മരണവും അടക്കവും പുനരുത്ഥാനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രോഗസൗഖ്യത്തിന്. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന എന്നുള്ള വിഷയത്തിൽ നിന്ന് അത് അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയമാണ് പ്രത്യേകിച്ച് കർത്താവിന്റെ പെസഹ. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം. മത്തായി 26:17 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. നീ പെസഹ കഴിപ്പാൻ, ഒരു വലിയ ചോദ്യം കേട്ടോ. കർത്താവിന് ഈ പെസഹായോടുകൂടി ആ കുഞ്ഞാട് അറക്കപ്പെടാൻ പോകുന്നു എന്നുള്ള വിവരം അറിയാവുന്ന കർത്താവിന്റെ സന്നിധിയിലെ ചോദ്യം നിങ്ങളൊന്ന് എന്ന് ചോദിക്കേ, എങ്ങനെയായിരിക്കും ആ ഹൃദയത്തിന്റെ കാര്യം? ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. യേശു അതിന് മറുപടി പറയുന്നത് ശ്രദ്ധിച്ചാണ്. 18-ാമത്തെ വാക്യം. അതിന് അവൻ പറഞ്ഞത്: നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന്, ഒരാളുടെ പേര് പറഞ്ഞു കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നാളെടുക്കൽ ചെല്ലണമെന്ന് പറഞ്ഞു കാണും. അത് ഈ ലേഖനം ഇത് എഴുതിയ ആള് മത്തായി അദ്ദേഹത്തെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്നവന്റെ അടുക്കൽ ചെന്ന്, എന്റെ സമയം അടുത്തിരിക്കുന്നു, എന്റെ സമയം അടുത്തിരിക്കുന്നു,
ഞാൻ എന്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറയുകയും. അപ്പോൾ ഈ ഒരു വ്യക്തിത്വം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈവൻ ദോ ഹിസ് നെയിം ഈസ് നോട്ട് മെൻഷൻ. യേശു പറയുന്നത് നിന്റെ അടുക്കൽ വന്ന് എന്റെ ശിഷ്യന്മാരുമായി വന്ന് പെസഹ കഴിപ്പാൻ ആഗ്രഹിക്കുന്നു, കാരണം സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ഒരു വ്യക്തിത്വം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു കർത്താവിന്റെ സന്നിധിയിൽ. എന്നാൽ ആ വ്യക്തിയുടെ പേര് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഞാനിന്ന് പകൽക്കാലം ചോദിക്കട്ടെ, ആ വ്യക്തി നീയാണോ? നിന്റെ ഭവനത്തിൽ യേശു ഇന്ന് കടന്നു വന്ന് പെസഹ ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ അവന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുമോ? നീ അവന് വിരിച്ചൊരുക്കിയ നിന്റെ ഭവനം കാണിച്ചു കൊടുക്കുമോ? നീ അവന് വേണ്ടി വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു കൊടുക്കുവാൻ സഹോദര സഹോദരി നിനക്ക് കഴിയുമോ? അവൻ നിന്റെ അടുക്കൽ വന്ന് നോക്കണേ, അതിനെ അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്നു. ഞാൻ ചോദിക്കട്ടെ, ആ ഇന്നവൻ ആരാണോ? നീ ആണോ? മോനച്ചനാണോ? അതോ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആണോ? യെസ്, നിന്റെ ഭവനത്തിൽ വന്ന് നിന്റെ അടുക്കൽ വന്ന് അവൻ പറയാണ്, എന്റെ സമയം അടുത്തിരിക്കുന്നു. കർത്താവിന് നിന്റെ അടുക്കൽ വരുവാൻ, പെസഹ കഴിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ പറയാണ്, അവന്റെ ശിഷ്യന്മാരുമായി വന്ന് നിന്റെ അടുക്കൽ വന്ന് പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറവീൻ. ഇതിന് ദൈവമക്കളെ, നിനക്കിന്ന് അവനു വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുവാൻ, നിന്റെ മാളിക തുറന്നു കൊടുക്കുവാൻ, നിന്റെ ആ മാളിക തുറന്ന് വിരിച്ചൊരുക്കിയ മാളിക അവന് വേണ്ടി തുറന്നു കൊടുപ്പാൻ നിനക്ക് സാധിക്കുമോ? നീ ആർക്കു വേണ്ടിയാണ് വിരിച്ചൊരുക്കുന്നത് ഇന്ന് പൽക്കാലം? കർത്താവ് നിന്റെ ഭവനത്തിൽ കടന്നു വരുവാൻ, പെസഹ ആചരിക്കുവാൻ അവന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം എത്ര പേര് അവന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുവാൻ തയ്യാറാകും? ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ തന്നെ, നിങ്ങൾ അന്തരാത്മാവിൽ നിങ്ങൾക്ക് മറുപടി പറയാം. കർത്താവെ, ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി തയ്യാറാണ്. കർത്താവെ, ഞാൻ ഇന്ന് നിന്റെ സന്നിധിയിൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുവാൻ തയ്യാറാണ്. ദൈവമക്കളെ, ഇതൊരു റിലീജിയസ് ക്വസ്റ്റ്യൻ അല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. പെന്തക്കോസ്തുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലിത്. ഇത് പിന്നെ എന്താണ്? കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്. കർത്താവ് ആരുടെ പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, മത്തായിയുടെ പേര് മെൻഷൻ ചെയ്തില്ല. കാരണം എന്താണെന്നറിയാമോ? നിന്റെ പേര് അവിടെ ഫില്ലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ് അത് ബ്ലാങ്ക് ചെയ്തായിട്ടിട്ടേക്കുന്നത്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാനത് വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടിയാണ് ആ ഭാഗം അവിടെ ബ്ലാങ്ക് ആയിട്ടിട്ടേക്കുന്നത്. ലൈൻ ഇട്ട് വെച്ചിരിക്കുകയാണ്, ഇന്നവന്റെ മോനച്ചന്റെ ഭവനത്തിൽ അടുക്കൽ ചെന്ന് അവന്റെ സമയം അടുത്തിരിക്കുന്നു. അവന്റെ ശിഷ്യന്മാരുമായി എന്റെ ഭവനത്തിൽ കടന്നു വന്ന് എന്നോടുകൂടെ പെസഹ കഴിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിനക്ക് വാതിൽ തുറന്നു കൊടുക്കുവാൻ കഴിയുമോ? എത്ര പേര് തയ്യാറാണ്? ദൈവമക്കളെ, നമുക്കെല്ലാം വേണം. എല്ലാ സൗഖ്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നു, എല്ലാ നന്മയും യേശുവിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ അവന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുവാൻ നമ്മൾ എത്ര പേര് തയ്യാറാണ്? പറയുമ്പോൾ എല്ലാവരും ഞാൻ കൊടുക്കാമെന്ന് എല്ലാവരും പറയും. സമയം വരുമ്പോഴേ അറിയത്തുള്ളൂ എങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമെന്ന്. നമുക്ക് യഹോവയുടെ പെസഹായിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെ കർത്താവിന്റെ പെസഹ കഴിക്കുന്ന സമയം, ആ ഭാഗത്തേക്ക് നമ്മൾ രണ്ട് ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു പോകാൻ പോവുകയാണ്. പഴയ നിയമകാലത്ത് മോശ കഴിച്ച പെസഹായും പുതിയ നിയമത്തിൽ യേശു കഴിച്ച പെസഹായും, ഈ രണ്ട് പെസഹായിക്കും വളരെ പ്രാധാന്യമുണ്ട്. ഈ രണ്ട് പെസഹായും
നമ്മൾ ഒരുമിച്ച് ഒന്ന് ചിന്തിക്കുവാൻ, ഒരുമിച്ച് നമുക്കൊന്ന് അതിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ നമ്മൾ പോവുകയാണ്. അവന്റെ മരണവും അവന്റെ അടക്കവും പുനരുത്ഥാനവും ഒന്ന് സംസാരിക്കുവാൻ സമയമില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ദിസ് വീക്ക് I had an opportunity to talk to you about his Passover. അവന്റെ പാസ് ഓവറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുവാൻ, നമുക്കത് ധ്യാനിക്കുവാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ ഉള്ളവര് ബൈബിൾ തുറന്നാട്ട് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, വിശുദ്ധ വചനത്തിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേദഭാഗമാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം. അതിനു മുമ്പ് നിങ്ങൾ ആ ഭാഗത്ത് വിരൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്കും നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാനായിട്ട് പോവുകയാണ്. അവിടെ 2 പ്രാവശ്യമായി ശുശ്രൂഷയിൽ യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷയിൽ വിളിച്ചു പറഞ്ഞ ഒരു ഭാഗം, 2 ഭാഗങ്ങള് നമ്മൾ നോക്കുകയാണ്. തന്റെ ശിഷ്യന്മാരോടായിട്ടും അവിടെ കടന്നു വന്ന ജനത്തിനോടായിട്ടും യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം. ആ ഭാഗം നമ്മൾ വായിക്കുന്ന ഉടനെ അതിനകത്ത് കുറച്ചുകൂടെ ഖനം നമുക്ക് ഉണ്ടാകുവാൻ ഇടയായിത്തീരും. അതിന് 29-ാമത്തെ വാക്യം, പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, പിറ്റേന്നാൾ യേശു അവൻ തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവമക്കളെ, ഈ കുഞ്ഞാട് അറക്കപ്പെടുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറഞ്ഞു യോഹന്നാൻ. അവൻ വീണ്ടും വിളിച്ചു പറയുന്നു. അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ ഭാഗങ്ങളും നോക്കാം. 36-ാമത്തെ വാക്യം, കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട്. സകല മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമക്കളെ 3 ആടിനെ തിരുവചനത്തിനകത്ത് കാണാം. 3 ആടിനെ, 2 ആടിനെ നമുക്ക് തിരുവചനത്തിനകത്ത് കാണാം. 2 3 വേണേ പറയാം. 1 അബ്രഹാം അറുത്തയാട്, 2 പെസഹായിക്ക് അറുക്കപ്പെട്ടയാട്, 3 ദൈവത്തിന്റെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നാൽ അതിനു മുമ്പ് ഒരു മൃഗം അറുക്കപ്പെട്ടു. ആ മൃഗം എവിടെയാണ് നമുക്കൊന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് ഇതുണ്ട്. ദൈവമക്കളെ, സ്തോത്രം. ആദാം പാപം ചെയ്തു, അവന്റെ ദൈവ തേജസ് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ആദാമും തന്റെ ഭാര്യയായ ഹവ്വയും മനസ്സിലാക്കി താൻ നഗ്നരെന്ന് അവർ മനസ്സിലാക്കി. അതുവരെയും നഗ്നരായിരുന്നു, നാണം തോന്നിയില്ല താനും. എന്നാൽ ഇപ്പോൾ അവർക്ക് നഗ്നത മനസ്സിലായി. അവർ പാപം ചെയ്തപ്പോൾ അവർ അത്തിയില കൂട്ടി തുന്നി അവർക്കൊരു അരയാട ഉണ്ടാക്കിയതായി തിരുവചനത്തിനകത്ത് വായിക്കുന്നു. എന്നാൽ യഹോവയായ ദൈവം അവരെ എങ്ങനെയാണ് ഉടുപ്പിച്ചത് എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. 21-ാമത്തെ വാക്യം, യഹോവയായ ദൈവം ആദമിനും അവന്റെ ഭാര്യയ്ക്കും തുകൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. തുകലുകൊണ്ട്. അപ്പൊ തുകൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു മൃഗം അറക്കപ്പെടണം, മുറിയപ്പെടണം, രക്തം ചിന്തപ്പെടണം. അവന്റെ പാപത്തെ മറയ്ക്കുന്നതിനു വേണ്ടി ഒരു മൃഗം അത് മറുക്കപ്പെട്ടു, അതിന്റെ രക്തം ചിന്തേണ്ടി വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, പാപത്തിന്റെ ജനിച്ച സന്തതിയാകുന്ന നമ്മൾ,
റോമാലേഖനം 6:23 നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവമക്കളെ, സകല മനുഷ്യരും പാപം ചെയ്തു ഒരുപോലെ ദൈവതേജസ്സ് നഷ്ടപ്പെട്ടവരായി കാണുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാദാനമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവനാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമായിരുന്ന ഇതിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി യേശു ഈ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതായി വന്നു. ദൈവമക്കളെ, ഞാൻ വിളിച്ചു ചോദിക്കട്ടെ, അതിന്റെ റോമാലേഖനം 3:23 അതുകൂടെ വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അത് ഈ വായിക്കുന്ന ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എപ്പോഴാണ് പാപം ചെയ്തത്? ഈ പാപം ചെയ്തത് ആദാം പാപം ചെയ്തപ്പോൾ അവരുടെ തേജസ് നഷ്ടപ്പെടുത്തി. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, അവരിലെ തേജസ്സിലേക്ക് നടത്തുന്നതിന് വേണ്ടി അവൻ മരണം ആസ്വദിക്കേണ്ടത് ആവശ്യമായിരുന്നു. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് അവൻ മരണം ആസ്വദിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുഞ്ഞാട് അറുക്കപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവൻ അതിനുവേണ്ടി ഒരു പെസഹ ആചരിച്ചു. ആ പെസഹയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആ പെസഹയിലൂടെ നിനക്ക് ഒരു വിടുതലുണ്ട് ദൈവമക്കളെ. ആ പെസഹയിലൂടെ നിനക്ക് വിടുതലുണ്ട്. ഇത് ഒരു കർമ്മം നടത്തുവാനുള്ളതല്ല, ഒരു മതത്തിന്റെ ആചാരമല്ല. ഇത് ദൈവത്തിന്റെ പെസഹയാണ്, യഹോവയുടെ പെസഹയാണ്. അത് നിന്നെ വിടുവിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. യഹോവയായ ദൈവം, പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് സർവ്വമാനവരാശിയുടെയും പാപം മാറ്റി അവര് ദൈവത്തിന്റെ തേജസ്സിലേക്ക് നടത്തുവാൻ ശക്തനാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ബുക്ക് ഓഫ് റെവലേഷനിൽ കാണുവാൻ സാധിക്കുന്നത്, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട പോലെ നിൽക്കുന്നത് കാണുന്നത്. ഈ കുഞ്ഞാട്, ആ കുഞ്ഞാടിന്റെ അടുക്കിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ദൈവമക്കളെ, ആ കുഞ്ഞാട് പെസഹ ആചരിക്കുന്നത് നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. അതിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. നമുക്ക് ഇനി പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഈ മാസം നിങ്ങളുടെ മാസങ്ങളുടെ ആരംഭമായി ആണ്ടിന്റെ 1-ാം മാസം ആയിരിക്കണം. ഇത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ പെസഹ നടക്കുന്ന ദിവസം നിന്റെ ജീവിതത്തിന്റെ 1-ാമത്തെ ദിവസമായിരിക്കണം. This is an important day in your life. എന്റെ ജീവിതത്തിലെ ഇമ്പോർട്ടന്റ് ഡേ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ജനിച്ച് അവന് എനിക്ക് വേണ്ടി അറുക്കപ്പെട്ട, ഞാൻ അവനെ അംഗീകരിച്ച ദിവസമാണ് എന്റെ ജീവിതത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസം. ഞാൻ ചോദിക്കട്ടെ സഹോദരി സഹോദര, നിങ്ങളൊക്കെയും രക്ഷിക്കപ്പെട്ടവരാണ്. ഡിഡ് യു റിമെമ്പർ ദാറ്റ് ഡേ വിച്ച് ഡേ യു ആർ റിഡീംഡ് ഫ്രം ദ കേഴ്സ്, റിഡീംഡ് ഫ്രം ദ സിൻ? ആ മരണത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നിന്നെ വീണ്ടെടുത്ത ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് ഓർമ്മയില്ലെങ്കിൽ അത് ഇന്ന് ഓർക്കുക. അത് മാത്രമല്ല, നീ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ വീണ്ടെടുക്കപ്പെടുവാൻ ഞാൻ നിന്നോട് ആഹ്വാനം പറയുകയാണ് ഇന്ന് പകൽക്കാലം. 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടതെന്നാൽ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഒരു കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം അതത് കുടുംബത്തിന് ആട്ടിൻകുട്ടി എടുക്കണം. നിങ്ങളിപ്പോ നമ്മുടെ കേരളത്തില് മിക്കവാറുമുള്ള കുടുംബങ്ങളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഓരോ കുടുംബത്തില് ഓരോരുത്തരെ ദൈവം പിടിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ ഒരാട്ടിൻകുട്ടി വീതം കയറിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്കത് പ്രയർ ലൈനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു. അനേകര് സ്തോത്രം ഏകരായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഒരു കുടുംബത്തിൽ ഒരാട്ടിൻകുട്ടിയുടെ ആവശ്യമേ ഉള്ളൂ.
ആ ആട്ടിൻകുട്ടി മുഖാന്തരം മറ്റുള്ളവരും ഇതിനകത്തിൽ ഈ രക്തത്തിന്റെ വളപ്പിൽ ആയിത്തീരുവാൻ ദൈവം അതാണ് പ്രമാണം വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഭാരപ്പെടുന്നു, നിന്റെ കുടുംബത്തിലുള്ളവർ ആരും വന്നിട്ടില്ല എന്ന്. നോ 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 നോ, അവർ തീർച്ചയായും വരും. അവർ ഈ രക്തത്തിന്റെ വളപ്പിലാണ് ആയിരിക്കുന്നത്. കർത്താവിന്റെ പ്രമാണം കർത്താവ് തെറ്റിക്കാറില്ല. ഒരു കുടുംബത്തിന് ഒരു ആട് വീതമാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കണേ, ഓരോ കുടുംബത്തിനും ഒരു ആട്ടുകുട്ടിയെ എടുക്കണം. 4-ാമത്തെ വാക്യം, ആട്ടുകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരാ എങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവന്റെ വീടിനടുത്ത അയൽക്കാരനെയും കൂട്ടി അതിനെ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിനക്ക് ഒറ്റയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കൂടെ അതിനെ തിന്നു തീർക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അയൽവക്കക്കാരനെ കൂട്ടി വിളിച്ചോണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഇതിന് പങ്കാളിയായി തീരുവാൻ ഇടയായിത്തീരും. നീ ഇപ്പോൾ ഭാരപ്പെടുന്നുവെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നിന്റെ കുടുംബത്തിൽ ഉള്ളവർ മുഴുവനും ഈ പെസഹായിലേക്ക് കടന്നു വരുവാൻ, പുറപ്പെട്ടു വരുവാൻ ഇടയായി തീരുമെന്നാണ് ആ പറഞ്ഞതിന്റെ സാരം. ദൈവമക്കളെ നോക്കണേ, എടുക്കണം. അത് പിന്നെ അയൽക്കാരനും കൂടി എടുക്കണം. ഓരോരുത്തര് തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് കൂട്ടി നിങ്ങളുടെ ആട്ടിൻകുട്ടിയെ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീ കണക്ക് കൂട്ടിക്കോണം. ഈ ആട്ടിൻകുട്ടി നിന്റെ വീട്ടിൽ കടന്നു വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ വീട്ടിലുള്ളവർക്ക് മുഴുവനും അതിനെ കൊണ്ട് അതിനെ കൊണ്ട് തൃപ്തി പ്രാപിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ ആട്ടിൻകുട്ടി നിന്റെ വീട്ടിലുള്ളവർക്ക് മുഴുവനും മതിയാവതാണ്. നിന്റെ ഈ ആട്ടിൻകുട്ടി മുഖാന്തരം നിന്റെ വീട്ടിലുള്ള രക്ഷയുണ്ട്. നിന്റെ വീട്ടിലുള്ളവർക്ക് മിസ്രയീമിലുള്ള ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുത്തു വരാതെ വണ്ണം സംരക്ഷിക്കുവാൻ ശക്തനായ ആട്ടിൻകുട്ടിയാണ് നിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ദൈവമക്കളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ആത്മീയമായി ഉൾക്കൊള്ളുവാൻ കഴിയുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഐ ഫെൽറ്റ് ഹോളി സ്പിരിറ്റ് ഇൻ മീ. എനിക്ക് അത് കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയെ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഞാൻ വിളിച്ചു പറയട്ടെ, ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആടുമായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ഊനമില്ലാത്തതായിരിക്കണം, യാതൊരു ഊനമില്ലാത്തതായിരിക്കണം. അതിന് പുഴുക്കടിയോ അതിന്റെ തൊലിക്കോ അതിന്റെ ശരീരത്തിനോ യാതൊരു ഭാഗത്തോ ഒരു ഊനമില്ലാത്തതായിരിക്കണം. അത് ആണായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണമെന്ന് ദൈവത്തിന്റെ പ്രമാണമാണ്. ഇത് നോക്കണേ, എന്റെ കർത്താവിനെ ഹല്ലേലൂയ ഒരേ രാത്രിയിൽ തന്നെ 5 കോർട്ടിൽ അവനെ കൊണ്ടുപോയി. രാത്രിയിൽ ഒരു കോടതിയും ഇല്ലാത്ത സ്ഥാനത്ത് അവർ കോടതി ഉണ്ടാക്കി. 5 കോടതിയിൽ വിസ്തരിക്കപ്പെട്ടു. സർവ്വ കോടതിയും, ഭൂമിയിലുള്ള സർവ്വ കോടതിയും പറഞ്ഞു. അന്നത്തെ വലിയ കോടതി പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു ഊനവും കാണുന്നില്ല, ഇവനിൽ ഞാൻ ഒരു കുറവ് കാണുന്നില്ല. ഹല്ലേലൂയ. കയ്യാഫാവിന്റെയും ഹന്നാവിന്റെയും കയ്യാഫാവിന്റെയും അരമനയിൽ ഈ ആടിനെ കൊണ്ടുപോയി. ഈ ആടിനെ ഹല്ലേലൂയ ഊനമുള്ളതോ ഊനമില്ലാത്തതോ എന്ന് പരിശോധിച്ചു. അവർക്ക് ഹല്ലേലൂയ ഒരു ഊനവും അവന് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടി ഹല്ലേലൂയ നിനക്ക് വേണ്ടി അറുക്കപ്പെടുവാൻ തയ്യാറാക്കി നിർത്തി. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു പറയണേ, അതാണായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. 10-ാം തീയതി ആടിനെ എടുക്കണം, 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ശ്രദ്ധിച്ചു പറയണം. 10, 11, 12, 13, 14 എന്ന് പറഞ്ഞാൽ 5 ദിവസം ഈ ആട്ടിൻകുട്ടി നിന്റെ ഭവനത്തിൽ വസിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു ചെറിയൊരു ആട്ടിൻകുട്ടി, 1 വയസ്സുള്ള ഒരു ആട്ടിൻകുട്ടി, നിങ്ങൾ ആടിനെ വളർത്തിയിട്ടുള്ളൂ എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ വീട്ടിൽ ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു, ആട് പ്രസവിച്ചിട്ടുണ്ട്. ഈ ചെറിയ ആട്ടിൻകുട്ടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 വയസ്സിന് താഴെയുള്ള ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് കൂടെ കിടത്തും. അതിനെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം അതിനെ കൊണ്ടേ നടക്കത്തുള്ളൂ. വലിയ ഉള്ളവരും ചെറിയ ഉള്ളവരും ഈ ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജീവനാണ്. ആടിനോടങ്ങ് പറ്റിയങ്ങ് ചേരും. 5 ദിവസം ഒരു ആട്ടിൻകുട്ടി നിന്റെ ഭവനത്തിൽ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ വിട്ടുപിരിയാൻ നിനക്ക് മനസ്സ് തോന്നത്തില്ല. അതിനെ കൊല്ലുവാൻ നിനക്ക് സാധിക്കത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും മൃഗത്തെ നമ്മൾ വീട്ടിൽ വളർത്തി കഴിഞ്ഞതിന് ശേഷം അതിനെ കൊല്ലാൻ വലിയ ബുദ്ധിമുട്ടാണ്.
ഇവിടെ നമ്മളാരും വീട്ടിൽ മൃഗത്തെ വളർത്താറില്ല, കൊല്ലാറില്ലാത്തത് കൊണ്ട് നമുക്കിതൊന്നും അറിയുന്നില്ല. എന്നാൽ ഞങ്ങൾ നാട്ടിലായിരുന്നപ്പോൾ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തെയും കൊല്ലുവാനോ അതിനെ കൊന്നിട്ട് ഭക്ഷിക്കുവാനോ നമുക്ക് പറ്റത്തില്ല ദൈവമക്കളെ. എന്നാൽ ഈ ആട്ടിൻകുട്ടിയെ നിന്റെ ഭവനത്തിൽ 5 ദിവസം വളർത്തണമെന്ന്. നിനക്കതുമായിട്ടൊരു ഇന്റിമസി ഉണ്ടാകും. ഈ ആട്ടിൻകുട്ടിയുമായിട്ടൊരു ഇന്റിമസി ഉണ്ടാകും. ഹല്ലേലൂയ. ആ സ്നേഹബന്ധം അതുമായിട്ടങ്ങ് പുലർത്തുവാനിടയായിത്തീരും. ആ സ്നേഹബന്ധം 5 ദിവസം കൊണ്ട് നിനക്ക് ആട്ടിൻകുട്ടിയോടുള്ള സ്നേഹം ഹല്ലേലൂയ നിന്നെ വിട്ടുപിരിയാൻ വയ്യാത്ത ഒരു സ്നേഹം നിന്നിലേക്ക് ഉണ്ടാകുവാനിടയായിത്തീരും. ആ ആട്ടിൻകുട്ടിയുടെ നിർമ്മലത കണ്ടിട്ട് ആ ഊനമില്ലാത്ത ആട്ടിൻകുട്ടി നിന്റെ ഭവനത്തിൽ വസിക്കുമ്പോൾ നിനക്കതിനോടൊരു സ്നേഹം തോന്നും. ഈ കർത്താവായ യേശു, ഊനമില്ലാത്തവനായ കർത്താവ് നിന്റെ ഭവനത്തിൽ 5 ദിവസമായി പാർക്കുന്നുവെങ്കിൽ അവൻ അറുക്കപ്പെടുവാൻ പോവുകയാണ്. അവൻ എന്തിനാണ് അറുക്കപ്പെടുന്നത്? കാരണം നിനക്കൊരു പുറപ്പാട് ആവശ്യമാണ്. നിനക്കൊരു പുറപ്പാട് ആവശ്യമാണ്. എന്തിൽ നിന്നാണ് പുറപ്പാട്? നിനക്ക് മിസ്രൈമിൽ നിന്നൊരു പുറപ്പാട് ആവശ്യമാണ്. മിസ്രൈമിലുള്ള ബാധയൊന്നും നിന്റെ മേൽ വരുവാൻ പാടില്ല. മിസ്രൈമിലുള്ള കടിഞ്ഞൂലുകൾ നശിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ ഒരു നാശവും ഉണ്ടാകാൻ പാടില്ല. നിനക്ക് ഹാലിലെ ഒരു സെപ്പറേഷൻ ആവശ്യമാണ്. എന്തിനാണ് സെപ്പറേഷന്? ഈ സെപ്പറേഷൻ ലോകത്തിൽ നിന്ന് നിനക്കൊരു സെപ്പറേഷൻ ആവശ്യമാണ്. അവൻ വിശുദ്ധനാണ്, അവൻ ബ്ലെമിഷാണ്, അവന് ഹാലില് യാതൊരു കുറവുമില്ലാത്തതാണ്, അവൻ ഹാലിലെ മാറ്റി നിർത്തപ്പെട്ടവനാണ്. അതുകൊണ്ട് നീയും ഹാലിലെ നിന്റെ കുടുംബത്തിലുള്ളവരും അത് ഭക്ഷിക്കുമ്പോൾ നിങ്ങളും ബ്ലെമിഷായിരിക്കണം, കുറവില്ലാത്തവരായി തീരണം. ദൈവ മക്കളെ അവൻ ആഗ്രഹിക്കുന്നു. പാപം ചെയ്യുന്നവന് ആർക്കും ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയത്തില്ല. എന്നാൽ പാപം അവന്റെ രക്തത്താൽ നിനക്ക് വീണ്ടെടുപ്പുണ്ട്. അവന്റെ രക്തത്താൽ നിനക്ക് കഴുകൽ പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം കഴിയും. ദൈവമക്കളെ ഹാലലിയ, ഇന്ന് കഴുകൽ പ്രാപിച്ചിട്ടുള്ള ദൈവമക്കള് ഹാലലിയ വായ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വചനം കൊണ്ടോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് പരിഹാരം വരുത്തുവാൻ, അഥവാ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ രക്തം മൂലം നിനക്ക് പാപത്തിന് പരിഹാരം വരുത്തുവാൻ ശക്തനായ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. അവനാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം കഴിയുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഈ മാസം, അതിന്റെ 6-ാമത്തെ വാക്യം, ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. യേശുവിനെ ക്രൂശിച്ചത് എന്റെ പാപം മൂലമാണ്. ഞാൻ മുഖാന്തരമാണ്, ഞാൻ കാരണമാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. സഹോദര സഹോദരി, വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ്. നിന്റെ പാപമൂലമാണ്. നീ ചെയ്തത് തെറ്റാണ്. ഞങ്ങള് യാക്കോബായിലായിരുന്നു പണ്ട് പറയാറുണ്ടായിരുന്നു, അവനെ യൂതന്മാർ തരുവിന്മേൽ തൂക്കി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ദുഃഖവെള്ളിയാഴ്ച. എന്നാൽ യഹൂദന്മാരല്ല തൂക്കിയത്, യഹൂദന്മാർ ആ കൂട്ടത്തിൽ പങ്കാളികളാകുന്നേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്റെ പാപം ഞാനാണ് അവനെ ക്രൂശിൽ കയറ്റിയത്. നമ്മൾ ഓരോരുത്തരുമാണ് അവനെ ക്രൂശിൽ കയറ്റിയത്. ഹാലലി. അവൻ നമ്മുടെ ആദ്യ പിതാവായിരുന്ന ആദമോവും അവർ പാപം ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. ഈ കുഞ്ഞാട് അറുക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് യഹോവയുടെ പെസഹ എന്ന വിഷയത്തിന്റെ ആദ്യത്തെ പാർട്ടായിരുന്നു. നിങ്ങൾക്കത് അനുഗ്രഹമായി തീർന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഫുൾ പാർട്ടായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇമെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഇമെയിൽ കൂടിയോ ടെലിഫോണിൽ കൂടിയോ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ സാവകാശമുണ്ട്. ഡാളസിൽ അഥവാ നിങ്ങൾ ആരെങ്കിലും കടന്നു വരുന്നു എങ്കിൽ സൺഡേ ഈവനിങ്ങിൽ നടക്കുന്ന സർവീസ് 6 മുതൽ 8:30 വരെയാണ്. ഹെവൻലി കിങ്ഡം ഫെലോഷിപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതൊരു മൾട്ടി കൾച്ചറൽ ചർച്ചായിട്ടാണ് പോകുന്നത്.